ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതാക്കണേ ഇന്നെന്താ സംഭവം അമ്മ? അമാവാസി അല്ലേ? അമാവാസിയാണ്. അപ്പോൾ അതിന് ഇവിടെ ചെറുതായൊരു ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാ റൈസാട്ടോ, സാധാ അല്ലേ, ചാക്കേരി, സാമ്പാർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ സാമ്പാറിനുള്ളതൊക്കെ കട്ട് ചെയ്തു റെഡിയാക്കി. ഇതാക്കും ഇവിടെ കേബേജിലെ ഉപ്പേരിക്ക്, പിന്നെ പായസം. അച്ചാറിവിടെ ചേച്ചി അച്ചാർ ഇതാട്ടോ ഇവിടെ. അച്ചാർ നമ്മൾ പാക്ക് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. പിന്നെ പായസം ഉണ്ട്. പായസത്തിന് വേണ്ടിയിട്ടുള്ളതാക്കുന്നതാ പാല്, തൈരല്ലത് ഇതും പാല. അതാ പായസത്തിൻ്റെ പായസത്തിനുള്ളതൊക്കെ റെഡിയാക്കി ഇതാക്കണം. സേമിയ പായസം അല്ലേ? ഞങ്ങൾ സേമിയ പായസം 6 ലിറ്റർ പാലാണ് വാങ്ങിക്കണേ കേട്ടോ. അപ്പോൾ അതാ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ അതാ അപ്പോൾ അതാ ഇലയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാക്കണേ വെണ്ടയ്ക്കൊക്കെ ഇതാക്കണേ. ഫസ്റ്റ് വെണ്ടയ്ക്ക സാമ്പാർക്ക് ഇങ്ങനെ ഇതാക്കണം അല്ലേ, വാറ്റണം. കാരണം ബിജ് ചേച്ചി അമ്മ എന്താ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ചോറിന് ഇതാക്കണം അല്ലേ, ചോറിന് വെള്ളം വെച്ചു. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇതെന്തിനാ? എന്തിന്? ഉണ്ടാക്കിക്കാണ്ട് വെക്കേ ഹെൽപ്പ് ചെയ്യാൻ. ചായ അപ്പം ചോറൊക്കെ ആയിട്ടോ, ചോറൊക്കെ ഊറ്റിയാണ് അതാക്കണം. ചോറ് ഇവിടെ ആയി. സാമ്പാർ ഇതില്ലേ, സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ബിസി ആയിപ്പോയി. പിന്നെ ഉപ്പേരി, തോരൻ, തുറക്കാനും കിട്ടുന്നില്ല. ഇതാ തോരൻ ഇവിടെ കേട്ടോ റെഡിയാക്കി. നീ സാമ്പാർ നമുക്കിത് എടുത്തിട്ട് കാണാം. നോക്കാൻ പാടില്ലല്ലേ, ഒന്നും ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കണം. അമാവാസി എവിടെ എന്താ പറയുക, ഇതിന് നമുക്ക് നമ്മളിവിടെ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിൽ എന്താ ഉപ്പുണ്ടോ ഒരു ടേസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റൂല. അപ്പോൾ ഇവർ ഇതെന്താണ് സംഭവം എന്നറിയാം, ഫസ്റ്റ് ഒരു വാഴൻ്റെ ഇലയിലേ ചോറൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. പായസമൊക്കെ ഒരാള് ഫോണിലാണ്. പാലൊക്കെ ഒഴിക്കണത് പായസം ഉണ്ടാക്കാല്ലേ. അപ്പൊ നമ്മളെ കുക്കർ വീട്ടിലടിച്ചോ, സാമ്പാർ നല്ല അടിപൊളിയായിട്ട് വീട്ടിലടിച്ചു. പപ്പടം ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഇത് തൈരിക്കില്ലേ, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. ഇതെന്താ ചെയ്യുക നിങ്ങൾ കാണിക്കുന്ന കാര്യേ? അപ്പം അതാക്കുന്ന സാമ്പാർ പായസം ഉണ്ടാക്കാൻ കേട്ടോ. ഇടുന്നത് നെയ്യില്ലേ, നെയ്യ് വറുക്കാൻ. നെയ്യ് വറുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇടുകയാണ് കേട്ടോ.
ഇപ്പൊ സാലഡൊക്കെ ഇതാക്കുന്നതാ, സൈഡൊക്കെ റെഡിയാക്കി. ില്ലേ സാബൂനരില്ലേ, ഇതിനെന്താ പറയാ? സാബൂനരി അല്ലേ? ചൗവരില്ലേ? ചൗവരി, ചൗവരിയും പറയും. സാമ്പാർ കടുക് വറുക്കണം. കോഴിക്കോട് പായസം. തീ ഓഫാക്കല്ലേ? ഓഫാക്കില്ല. ഞായറാഴ്ച വെള്ളം ഒഴിച്ചാൽ സാമ്പാർ റെഡി ആയി. ബിജി ചേച്ചിന്റെ സാമ്പാർ, ബിജി ചേച്ചിന്റെ സ്പെഷ്യൽ സാമ്പാർ, രതീഷേട്ടൻ്റെ അമ്മ. അപ്പം അതാ വറവ് ഒഴിച്ച് വാറും. സാമ്പാറിലോ വെള്ളം കൂട്ടുക? വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കണം എങ്ങനെ അറിയോ? ഇവിടെ എങ്ങനെ വെച്ചു സാമ്പാർ? വെള്ളം ചൂടാക്കിയിട്ട് അതിലിട്ട് ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ. അപ്പം അതാണ് കാണിക്കുന്നത്. സാമ്പാറൊന്നും നമ്മൾ അധികം വെക്കലില്ലേ വിച്ചേച്ചിയെ, അതുകൊണ്ട് നമുക്കറിയില്ല. പപ്പടം ഫ്രൈ, ഏലക്കായും പഞ്ചസാരയും. ഇപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി. ഇന്ന് അമാവാസി അല്ലേ? അമാവാസി. അപ്പൊ നിങ്ങളെ ഒരു ആചാരം എന്ന് പറഞ്ഞാണ്. ഫസ്റ്റ് നമ്മൾ ഞങ്ങൾ ആരൊന്നും കളിക്കാൻ പറ്റില്ല. ഉപ്പ് വരെ നോക്കിയിട്ടില്ല. അപ്പൊ ഇത് ഫസ്റ്റ് നമ്മൾ ഇട്ടത് നമ്മൾ ഉണ്ടാക്കിയതല്ലോ. ഫസ്റ്റ് എന്താ നമ്മൾ കഴിക്കണതിന്റെ മുന്നേ കാക്കക്ക് കൊടുക്കാനും. കാക്ക മാത്രമേ വേറെ ഏത് കഴിച്ചൂടെ, ഏത് പക്ഷികളാണെങ്കിലും. എന്നിട്ട് നമ്മൾ കഴിക്കുള്ളൂ അല്ലേ? കാക്ക കഴിക്കണം. നമ്മൾ കാണണോ കഴിക്കണത്? കാണാം അല്ലേ? എന്നിട്ട് നമ്മൾ കൊണ്ട് എടുത്ത് വെക്കാൻ പോകും. ഫുള്ളൊരു കഴിക്കൂലേ? നമുക്ക് കഴിക്കാം. അപ്പോൾ ഓക്കെ. അപ്പം നമുക്കിത് കൊണ്ടുവെക്കാൻ പോകാം. പായസം കൊടുക്കാം.